അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഇന്ന് ജൂലൈ 12 ശനിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. മദ്രസ പ്രസ്ഥാനത്തിന് തണലൊരുക്കാം എന്ന തലക്കെട്ടിൽ കൊടക് എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരുടെ ഒരു ലേഖനമുണ്ട് ഇന്ന് ചന്ദ്രികയിൽ. അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ലേഖനത്തിലേക്ക് കടക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷങ്ങളുടെ പാതയം അതിമഹത്തരമാണ്. തലമുറകളിലേക്ക് പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ വിശ്വാസവും ആദർശവും മഹായജ്ഞമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്കിടയിലെ മതകീയ ഔന്നത്യവും സംഘടിത സ്വഭാവവും നിലകൊള്ളുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിക പാരമ്പര്യമുള്ള കേരളത്തിലെ മതപഠനത്തിനും അത്ര തന്നെ പഴക്കമുണ്ട്. പ്രവാചക കാലത്തു തന്നെ ഇസ്ലാം കേരളത്തിലെത്തിയിട്ടുണ്ട്. അപരിതത്വത്തിൻ്റെ ആശങ്കകൾക്കപ്പുറത്ത് കേരളീയർ ഇസ്ലാമിനെ സർവോത്മകന സ്വീകരിക്കുകയായിരുന്നു. ആദ്യകാലം മുതൽ തന്നെ ഇവിടെ നിലനിന്ന മത പാഠശാലകളും അവയിലൂടെ ജന്മം കൊണ്ട വിശ്വ പണ്ഡിതന്മാരും ലോകപ്രസിദ്ധമായ രചനകളും അതിൻ്റെ അരുണനങ്ങളാണ്. മതത്തിൻ്റെ ജീവസുറ്റ പ്രതികരണങ്ങളായ നിരവധി സ്ഥാപനങ്ങളും ഇന്നിവിടെ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു. മഹത്തായ ഈ പൈതൃക ധാരയെ മൂല്യച്യുതി വരാതെ സംരക്ഷിക്കുകയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കീഴിൽ 1951 മുതൽ രൂപം കൊണ്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും 1959 രൂപം കൊണ്ട മദ്രസ അധ്യാപക കൂട്ടായ്മയായ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്തയിലെ 11,000 മദ്രസകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അവയുടെ പുരോഗതിക്കാവശ്യമായ എല്ലാ മാർഗങ്ങളും നടപ്പിലാക്കുന്നതും ഈ സംഘടനകളാണ്. മദ്രസ മുഅല്ലിമീങ്ങളുടെ നാനോന്മുഖ ക്ഷേമം ലക്ഷ്യമിട്ട് 1959 സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ രൂപം കൊള്ളുന്നത്. 572 റേഞ്ചുകളും 21 ജില്ലാ ഘടകങ്ങളുമായി സംഘടന പ്രവർത്തിക്കുന്നു. സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരിയിൽ കാസർഗോഡ് വെച്ച് നടക്കുന്നുണ്ട്. സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ജമിയത്തുൽ മുഅല്ലിമീൻ സജീവമായി കഴിഞ്ഞു. അസ്തിറാത്തുൽ മുസ്തഖീം ആദർശ ക്യാമ്പയിൻ. അസ്തിറാത്തുൽ മുസ്തഖീം എന്ന ആദർശ ക്യാമ്പയിൻ 1500 ഇഷ്ക് മജ്ലിസുകൾ, മദ്രസ റേഞ്ച് മേഖല, ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മുസാബക്ക പ്രോഗ്രാമുകൾ തുടങ്ങിയവ നടക്കും. മദ്രസ മുഅല്ലിമുകൾക്ക് ശാസ്ത്രീയമായ അധ്യാപന രീതിയിൽ പരിശീലനം കൊടുക്കുന്നതോടൊപ്പം അവരുടെ അക്കാദമിക സാമ്പത്തിക അഭിവൃദ്ധിക്കു വേണ്ടിയും സംഘടന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. മുഅല്ലിം മൻസിൽ അവശ സഹായം, സർവീസ് ആനുകൂല്യം, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, മരണാനന്തര ക്രിയാസഹായം, ഭവന നിർമ്മാണം, വിവാഹം, രോഗചികിത്സ തുടങ്ങിയവക്കുള്ള സഹായങ്ങൾ, തവാറുസ്, മദ്രസ ഗ്രാൻറ്റുകൾ, അധ്യാപക വിദ്യാർത്ഥി അവാർഡുകൾ, മുഅല്ലിം നിക്ഷേപ പദ്ധതി, കലാസാഹിത്യ മത്സരം, വിവിധ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് ജമിയത്തുൽ മുഅല്ലിമീൻ വിജയകരമായി പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവയുടെ ഇതുവരെ 109 മുഅല്ലിം മൻസിലുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 മുഅല്ലിം മൻസിലുകൾ സമർപ്പിക്കാനും പദ്ധതിയുണ്ട്. സംസ്കാര സമ്പന്നരായ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അധ്യാപകർ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. സാമൂഹിക നിർമ്മിതിയിലും സംസ്കൃതിയിലും നിർണായക ഘടകമായി വർത്തിക്കുന്നവരാണവർ. ഒരു അധ്യാപകനായിട്ടാണ് എൻ്റെ നിയോഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. ഒരു അധ്യാപകനായിട്ടാണ് എൻ്റെ നിയോഗമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. അതുകൊണ്ടാണ് അധ്യാപകരും പണ്ഡിതരും
പ്രവാചകരുടെ അനന്തരാവകാശികളാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. സമുദായത്തിന് സന്മാർഗ പാത കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ പണ്ഡിതരുടെ പ്രഥമ ദൗത്യം. മതബോധവും ധാർമ്മിക മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന തലമുറകളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും പ്രവർത്തിക്കുന്നത്. സമസ്തയുടെ കീഴിലുള്ള മദ്രസ പ്രസ്ഥാനം ഈ രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് കനത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തെ സക്രിയമായി നിലനിർത്തുക എന്നതും പ്രതികൂലാവസ്ഥകളെ അതിജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നതുമാണ് പുതിയ കാലത്ത് നമുക്ക് മുമ്പിലുള്ള ദൗത്യം. സാമൂഹിക ചുറ്റുപാടുകൾ മതപ്രസ്ഥാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതിന് പുറമെയാണ് മുഅല്ലിമുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അധ്യാപകക്ഷാമം, മുഅല്ലിമീങ്ങളുടെ കൊഴിഞ്ഞുപോക്ക്, സമയക്കുറവ്, പഠിച്ചറിഞ്ഞ അറിവുകൾക്കനുസൃതമായി പുതുതലമുറ പ്രായോഗിക ജീവിതത്തെ രൂപപ്പെടുത്താത്തത് തുടങ്ങി ഒട്ടനേകം സങ്കീർണതകൾ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ത്വരിത ഗമനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷത്തിൽ ഒരു ദിവസം മുഅല്ലിം ഡേ ആയി ആചരിക്കാനും ജമിഅത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചത്. മുഅല്ലിം ക്ഷേമനിധിയിലേക്കുള്ള ഫണ്ട് സമാഹരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു. 2025 ജൂലൈ 13 മുഅല്ലിം ഡേ ആയി ആചരിക്കുന്നത്. 2025 ജൂലൈ 7 മുതൽ 31 വരെയാണ് ഈ വർഷത്തെ മുഅല്ലിം ദിന ക്യാമ്പയിൻ. ദീനി പഠന ക്ലാസുകൾ, മരണപ്പെട്ടവരെ സ്മരിക്കൽ, സിയാറത്ത്, പ്രാർത്ഥനയും മഹല്ല് മദ്രസ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്നവരെ പരിചയപ്പെടുത്തൽ, സേവനങ്ങളെ എടുത്തു പറയൽ, അവരെ ആദരിക്കൽ, ദിക്ർ, ദുആ, ഖുർആൻ പാരായണം, മജ്ലിസുൻ നൂർ എന്നിവയാൽ ഭക്തി നിർഭരമായ ആത്മീയ സദസ്സുകൾ എന്നിവ മുഅല്ലിം ഡേയുടെ ഭാഗമായി നടത്തപ്പെടുന്നു. അധ്യാപക സമൂഹത്തിൻ്റെ ആശങ്കകൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക, ന്യായമായ രീതിയിൽ അവക്ക് പരിഹാരം കാണുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ദിനാചരണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. നാളിതുവരെ നാം കാത്തുപോന്ന പാരമ്പര്യ രീതികളെ, വിശിഷ്യ മദ്രസ സംസ്കാരത്തെ പറ്റി പുതുതലമുറയിൽ അവബോധം സൃഷ്ടിച്ച് അജയ്യമായ നമ്മുടെ പ്രയാണത്തിന് ശക്തി പകരാൻ മുഅല്ലിം ഡേയിലൂടെ സാധിക്കണം. എല്ലാവരുടെയും പിന്തുണയും സഹായങ്ങളും തേടുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ. ഒട്ടനേകം സങ്കീർണതകൾ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ത്വരിത ഗമനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷത്തിൽ ഒരു ദിനം മുഅല്ലിം ഡേ ആയി ആചരിക്കാൻ ജമിഅത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചത് എന്നാണ് ഇതിൻ്റെ രത്നചുരുക്കം. പ്രിയങ്കരനായ സമസ്ത കേരള ജമിഅത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കൊടുക് എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആണ് ഈ ലേഖനം നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ ജമിഅത്തുൽ മുഅല്ലിമീൻ ഈ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജമിഅത്തുൽ മുഅല്ലിമീനെ കുറിച്ച് കൃത്യമായ ഒരു വിവരണം പ്രിയപ്പെട്ട ഉസ്താദ് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ലേഖനം വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കൃത്യമായി ജമിഅത്തുൽ മുഅല്ലിമീൻ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ ഉസ്താദ് കൊടുക് എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ ഒരു ലേഖനത്തിൽ പ്രിയപ്പെട്ട ഉസ്താദ് എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.